നമസ്കാരം. ഓ ഓ ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം 82 സർഗ 82 സർഗത്തിലെ 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലിയിരുന്നു. ഇന്ന് 11 തുടങ്ങി 21 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. അർത്ഥം ഏകദേശം ഒന്ന് നോക്കുകയും ചെയ്യാം. എൺപത്തിരണ്ടാം സർഗത്തിലെ 11ാമത്തെ ശ്ലോകം. ചരിത ബ്രഹ്മചര്യസ്യ വിദ്യാസ്താതസ്യ ധീമതഃ ധർമ്മേ പ്രിയതമാനസ്യ കോ രാജ്യം മദ്വിധോ ഹരേത്. കഥം ദശരഥാജ്ഞാതോ ഭവേത് രാജ്യാപഹാരകഃ രാജ്യം ചാഹം ച രാമസ്യ ധർമ്മം വക്തുമിഹാർഹസി. ജ്യേഷ്ഠശ്രേഷ്ഠച്ഛ ധർമാത്മാ ദിലീപനഹുഷോപമഃ ലബ്ധുമർഹതി കാകുൽസ്ഥോ രാജ്യം ദശരഥോ യഥാ. അനാര്യജുഷ്ടമസ്വർഗ്യം കുര്യാം പാപമഹം യദി ഇക്ഷ്വാകൂണാമഹം ലോകേ ഭവേയം കുലപാംസനഃ. യദി മാത്രാ കൃതം പാപം നാഹം തദഭിരോചയേ ഇഹസ്തോ വനദുർഗസ്ഥം നമസ്യാമി കൃതാഞ്ജലിഃ. രാമമേവാനുഗച്ഛാമി സ രാജാ ദ്വിപദാം വരഃ ത്രയാണാമപി ലോകാനാം രാഘവോ രാജ്യമർഹതി. തദ്വാക്യം ധർമ്മസംയുക്തം ശ്രുത്വാ സർവേ സഭാസദഃ ഹർഷാന്മുമുചുരശ്രൂണി രാമേ നിഹിതചേതസഃ. യദി ത്വാര്യം ന ശക്ഷ്യാമി വിനിവർദ്ധയിതും വനാത് വനേ തത്രൈവ വത്സ്യാമി യഥാര്യോ ലക്ഷ്മണസ്തഥാ. സർവോപായം തു വർദ്ധിഷ്യേ വിനിവർദ്ധയിതും ബലാത് സമക്ഷമാര്യമിശ്രാണാം സാധൂനാം ഗുണവർത്തിനാം. വിഷ്ടികർമാന്തികാ സർവേ മാർഗശോധകദക്ഷകാഃ പ്രസ്ഥാപിതാ മയാ പൂർവം യാത്രാ ച മമ രോചതേ. ഏവമുക്ത്വാ തു ധർമാത്മാ ഭരതോ ഭ്രാതൃവത്സലഃ സമീപസ്ഥമുവാചേദം സുമന്ത്രം മന്ത്രകോവിദം. 72 സർഗത്തിലെ 11 തുടങ്ങി 21 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. ഇനി ഓരോ ശ്ലോകവും ചൊല്ലി ഏകദേശമായ അർത്ഥമൊന്ന് നോക്കാം. ഇപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന
ഉന്നതന്മാരായ ആളുകൾ അടങ്ങിയ ആ സഭയെ ഭരതൻ വേണ്ടും വണ്ണം ബഹുമാനിക്കുന്നു, അവരെ ആദരിക്കുന്നു. 82-ാം സർഗത്തിലെ 11-ാമത്തെ ശ്ലോകം. ചരിത ബ്രഹ്മചര്യസ്യ വിദ്യാസ്നാതസ്യ ധീമതഃ ധർമ്മേ പ്രയതമാനസ്യ കോ രാജ്യം മദ്വിധോ ഹരേത്. 11-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ഗുരുകുലവാസത്തിൽ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചവനും അധ്യയനം പൂർണ്ണമായി നിർവഹിച്ചവനും ധീമാനും ധർമ്മത്തിൽ ഉറച്ച മനസ്സുള്ളവനുമായവൻ്റെ രാജ്യം എന്നെപ്പോലുള്ളവൻ അപഹരിക്കുമോ? ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉള്ളത് ശ്രീരാമനാണ്. അങ്ങനെയുള്ള ഒരു ആദരണീയനായ പുരുഷൻ്റെ രാജ്യം ഞാൻ അപഹരിക്കുമോ? ശ്ലോകം 12. കഥം ദശരഥാജാതോ ഭവേദ്രാജ്യാപഹാരകഃ രാജ്യം ചാഹം ച രാമസ്യ ധർമ്മം വക്തുമിഹാർഹസി. ശ്ലോകം 12ൻ്റെ അർത്ഥം: ദശരഥപുത്രനായി ജനിച്ചിട്ട് രാജ്യാപഹർത്താവായി തീരുന്നതെങ്ങനെയാണ്? രാജ്യവും ഞാനും രാമൻ്റേതു മാത്രമാണ്. അതനുസരിച്ച് അങ്ങ് ധർമ്മം ഉപദേശിക്കണം. വസിഷ്ഠമുനിയോട് ഭരതൻ അപേക്ഷിക്കുകയാണ്. ശ്ലോകം 13. ജ്യേഷ്ഠശ്രേഷ്ഠച്ഛധർമാത്മാ ദിലീപനഹുഷോപമഃ ലബ്ധുമർഹതി കാകുൽസ്ഥോ രാജ്യം ദശരഥോ യഥാ. 13-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ജ്യേഷ്ഠൻ ശ്രേഷ്ഠനും ധർമാത്മാവും ദിലീപൻ നഹുഷൻ മുതലായവർക്ക് തുല്യനുമാണ്. ആ കാകുൽസ്ഥൻ ദശരഥ മഹാരാജാവിനെ പോലെ രാജ്യാധിപതിയാവാൻ അർഹതയുള്ളവനുമാണ്. ശ്ലോകം 14. അനാര്യജുഷ്ടമസ്വർഗ്യം കുര്യാം പാപമഹം യദി ഇക്ഷ്വാകൂണാമഹം ലോകേ ഭവേയം കുലപാംസനഃ. ശ്ലോകം 14ൻ്റെ അർത്ഥം: മഹാന്മാർ നിന്ദിക്കുന്നതും സ്വർലോകവിരുദ്ധവുമായ പാപം ഞാൻ ചെയ്യുകയാണെങ്കിൽ ഇക്ഷ്വാകുമാരുടെ വംശത്തിന് ഞാൻ കളങ്കമായി തീരും. ശ്ലോകം 15. യദി മാത്രാ കൃതം പാപം നാഹം തദഭിരോചയേ ഇഹസ്തോ വനദുർഗസ്തം നമസ്യാമി കൃതാഞ്ജലിഃ. ശ്ലോകം 15ൻ്റെ അർത്ഥം: അമ്മ ചെയ്തതായ പാപകർമ്മം എനിക്ക് അഭിമതമല്ല. ഇവിടെയാണിരിക്കുന്നതെങ്കിലും കൊടും കാട്ടിലിരിക്കുന്ന അദ്ദേഹത്തെ കൈകൂപ്പി ഞാൻ നമസ്കരിക്കുന്നു. ശ്ലോകം 16. രാമമേവാനുഗച്ഛാമി സ രാജാദ്വിപദാം വരഃ ത്രയാണാമപി ലോകാനാം രാഘവോ രാജ്യമാർഹതി. ശ്ലോകം 16ൻ്റെ അർത്ഥം: മനുഷ്യരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ആ രാഘവൻ തന്നെയാണ് രാജാവ്. രാമനെ തന്നെ തേടി ഞാൻ പോകും. 3 ലോകങ്ങളുടെ പരിപാലനത്തിനും ശക്തനാണ് അദ്ദേഹം. ശ്ലോകം 17. തദ്വാക്യം ധർമ്മസംയുക്തം ശ്രുത്വാ സർവേ സഭാസദഃ ഹർഷാന്മുമുജുരശ്രൂണി രാമേ നിഹിതചേതസഃ. ശ്ലോകം 17ൻ്റെ അർത്ഥം: ധർമ്മസംയുക്തമായ ആ വാക്യം കേട്ട് സദസ്യരെല്ലാം ആനന്ദക്കണ്ണീർ തൂകി. അവരെല്ലാം രാമനിൽ മനസ്സുറച്ചവർ തന്നെയാണല്ലോ. ശ്ലോകം 18. യദി ത്വാര്യം ന ദക്ഷ്യാമി വിനിവർദ്ധയിതും വനാത് വനേ തത്രൈവ വത്സ്യാമി യഥാര്യോ ലക്ഷ്മണസ്തഥാ. വനത്തിൽ നിന്ന് ജ്യേഷ്ഠനെ തിരിച്ചു കൊണ്ടുപോരാൻ കഴിയാതിരുന്നാൽ ആ വനത്തിൽ തന്നെ ഞാനും ആര്യലക്ഷ്മണനെ പോലെ വസിക്കും. ശ്ലോകം 19. സർവോപായം തു വർത്തിഷ്യേ വിനിവർദ്ധയിതും ബലാത് സമക്ഷമാര്യമിശ്രാണാം സാധൂനാം ഗുണവർത്തിനാം.
ശ്ലോകം 19 അർത്ഥം: ബലം പ്രയോഗിച്ചു തന്നെ തിരിച്ചു കൊണ്ടുവരാൻ എല്ലാ ഉപായവും ഞാൻ പ്രയോഗിക്കും. സാധുജനങ്ങളും സദ്ഗുണയുക്തരുമായ മഹത്തുക്കളുടെ സമക്ഷത്തിൽ തന്നെ. ശ്ലോകം 20. വിഷ്ടികർമാന്തികാ സർവേ മാർഗശോധകദക്ഷകാഃ പ്രസ്താപിതാ മയാ പൂർവം യാത്രാ ച മമ രോചതേ. 20 ശ്ലോകത്തിൻ്റെ അർത്ഥം: ഞാൻ മുൻപേ തന്നെ കൂലിപ്പണിക്കാരെയും കാട്ടുവഴികൾ അറിയുന്നവരെയും തച്ചന്മാരെയും പറഞ്ഞയച്ച് കഴിഞ്ഞിരിക്കുന്നു. അവർ മുന്നേ പോയിട്ടുണ്ട്. ഞാനും ഇതാ പോവുകയായി. ശ്ലോകം 21. ഏവമുക്ത്വാ തു ധർമാത്മാ ഭരതോ ഭാർതൃവത്സലഃ സമീപസ്ഥമുവാചേദം സുമന്ത്രം മന്ത്രകോവിദം. ശ്ലോകം 21 അർത്ഥം: ഇപ്രകാരം പറഞ്ഞ് ഭാതൃവത്സലനും ധർമാത്മാവുമായ ഭരതൻ അടുത്തിരിക്കുന്നവനും മന്ത്ര ആലോചനകളിൽ നിപുണനുമായ സുമന്ത്രരോട് ഇങ്ങനെ പറഞ്ഞു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.